ഹലോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കണ്ടിട്ട് പുതിയ യൂട്യൂബേഴ്സിന്, അതായത് ന്യൂ യൂട്യൂബേഴ്സിന് അത്രയും യൂസ്ഫുൾ ആണോ എന്ന് ചോദിച്ചാൽ യൂസ്ഫുൾ ആണ്, അല്ലേന്ന് ചോദിച്ചാൽ മെയിൻ ആയിട്ടുള്ള കാര്യമൊന്നുമില്ല. അപ്പം പുതിയൊരു അപ്ഡേഷനുമായിട്ടാണ് ഞാനിപ്പോൾ വന്നിട്ടുള്ളത് ന്യൂ യൂട്യൂബേഴ്സിന് കേട്ടോ. അപ്പം ഇതുവരെ ആർക്കെങ്കിലും ഇത് അറിയുന്നവരുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക, അറിയാത്തവരുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പം ഞാൻ ഇത് അറിഞ്ഞിട്ട് 2-3 ദിവസം ആയിട്ടുണ്ടായിരുന്നു, 2 ദിവസം മിനിമം 2 ദിവസം ആയിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്നാണ് എനിക്കിപ്പോൾ മെയിലായിട്ട് ആ ഒരു സംഭവം വന്നിട്ടുള്ളത്. അപ്പോൾ അതെന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ തംബ്നെയിൽ കണ്ട പോലെ തന്നെ ഇപ്പൊ നമ്മുടെ എല്ലാ ഷോർട്സിനും നല്ല പോലെ റീച്ച് കയറാൻ പോവാണ്. അതായത് ഇപ്പൊ എൻ്റെ ഒക്കെ വീഡിയോസ് കൂടിപ്പോയ വീഡിയോസിനൊക്കെ ചില വീഡിയോസൊക്കെ റീച്ച് കിട്ടാറുണ്ട്, ഇല്ലാന്നില്ല കേട്ടോ. പക്ഷെ ചില വീഡിയോസ് അല്ല, ഒട്ടുമിക്ക വീഡിയോസും കൂടിപ്പോയ 500 അല്ലെങ്കിൽ 1000 അതാണ് മാക്സിമം എന്ന് പറഞ്ഞിട്ടുള്ളത്. ബാക്കിയുള്ളതൊക്കെ ഇടയ്ക്കൊക്കെ 10Kയും 20Kയും അങ്ങനെയൊക്കെ കിട്ടുന്നത്, അല്ലാതെ കിട്ടുന്ന കാര്യമാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇത് എത്രത്തോളം ക്ലിയർ ആവുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഞാനൊരു മൈക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു, അത് അണ്ടർ ഫ്ലോപ്പ് ആയിപ്പോയി. കാരണം അതിൻ്റെ മൈക്കിൻ്റെ മേലെയുള്ള സാധനത്തിൽ എത്ര ഇതാക്കിയിട്ടും ഒരുമാതിരി ഒരു ഊന്നുള്ളൊരു സൗണ്ടാണ് കേട്ടോ. അപ്പോൾ അതെന്താ കാര്യം എന്നുള്ളത് അറിയുന്നില്ല. അതുകൊണ്ട് തന്നെ എനിക്കിത് എത്രത്തോളം കേൾക്കുന്നുണ്ടെന്ന് എനിക്ക് അറിയുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ പറയാൻ വന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അപ്പോൾ എനിക്ക് ഇന്ന് രാവിലെ ഞാനൊരു ഷോർട്സ് ഇട്ട സമയത്ത് എനിക്ക് ഇങ്ങനെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിക്കുകയും ചെയ്തിട്ട്, കാരണം പെട്ടെന്ന് ഇപ്പം എൻ്റെതായ വീഡിയോസ് ഇടുന്ന സമയത്ത് ആദ്യം ഞാൻ പറഞ്ഞ പോലെ തന്നെ എനിക്ക് ഫസ്റ്റ് ഒരു സമയത്ത് മാത്രം ഒരു വീഡിയോ, അത് ഒരൊറ്റ വീഡിയോ കേട്ടോ, 20 മിനിറ്റ് കൊണ്ട് 3Kൻ്റെ മേലെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 3K എന്നെല്ലാം പറയുമ്പോൾ നമ്മളെപ്പോലെയുള്ളവർക്ക് അത് വലിയൊരു കാര്യമാണ് അല്ലേ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. കാരണം വലിയ യൂട്യൂബേഴ്സിനൊന്നും അത് ഒരു കാര്യമേ ആയിരിക്കില്ല. പക്ഷെ നമ്മളെപ്പോലെയുള്ളവർക്ക് ഈ ഒരു ഇത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ എനിക്ക് ആദ്യമായിട്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. പിന്നെ ഇതുവരെ എനിക്ക് അത്രത്തോളം വ്യൂ കിട്ടിയിട്ടുണ്ട്, പക്ഷേ എങ്കിൽ അങ്ങനെ പെട്ടെന്ന് ആ ഒരു 20 മിനിറ്റ് കൊണ്ട് ഇത്ര വ്യൂ ഒന്നും കയറിയ ഒറ്റ വീഡിയോ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ ഒരു വീഡിയോ ഇട്ട സമയത്ത് അതിന് പെട്ടെന്ന് തന്നെ ഈ പറഞ്ഞ അരമണിക്കൂറിനുള്ളിൽ തന്നെ 1K അടുപ്പിച്ച് വന്നിട്ട്. അപ്പം ഞാൻ ഇങ്ങനെ ആലോചിക്കും ചെയ്ത് ഈ വീഡിയോക്ക് ഇത്ര കിട്ടാനുള്ള ഒരു വഴിയില്ല. കാരണം ഞാൻ ആ ഒരു വീഡിയോ ഇട്ടേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ഏത് പാട്ടിടും എന്ന് പറഞ്ഞ് അവസാനം ഞാനിപ്പോൾ ഒരു കുറച്ച് പേര് ഡാൻസ് കളിക്കുന്ന ഒരു പാട്ട്, എൻ്റെ വീഡിയോ ഡാൻസ് ഒന്നും അല്ലാത്തൊരു വീഡിയോ ഞാൻ ജസ്റ്റ് ഒന്ന് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ ആണ് കേട്ടോ അത്ര ഇതായത്. അപ്പോൾ ഞാൻ വിചാരിക്കും ചെയ്തു ഇതെന്താ. കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്കൊരു മെയിലൊരു മെസ്സേജ് വന്നു. അപ്പോൾ ഞാൻ അത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഇപ്പോൾ നമ്മുടെ ഷോർട്സിനെയൊക്കെ അവർ സപ്പോർട്ട് ചെയ്യാൻ പോവുകയാണ്, നല്ല റീച്ച് ആക്കാൻ പോവുകയാണ്. നമ്മുടെ ഷോർട്സ് ആദ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ എല്ലാവർക്കും അറിയാം, യൂട്യൂബിൽ ഇങ്ങനെ ഷോർട്സ് നമ്മൾ ഈ സ്ക്രോൾ ചെയ്തുമ്പോൾ കാണുന്ന ഷോർട്സ് നമുക്ക് ഇഷ്ടമുള്ളതാണ് നമ്മൾ ടച്ച് ചെയ്ത് കാണുന്നത് അല്ലേ. പക്ഷേ ഇനി മുതൽ നമ്മളിനി ടച്ച് ചെയ്താലും നമ്മൾ ഈ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഏതൊക്കെ ഷോർട്സ് വരുന്നത്, ഇപ്പോൾ എൻ്റെ ഒരു ഷോർട്സ് ഇപ്പോൾ നിങ്ങൾ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് കണ്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് ടച്ച് ചെയ്തില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾ ഈ നോക്കി പോകുന്ന സമയത്ത് ജസ്റ്റ് ഒന്നിങ്ങനെ നോക്കിയാൽ തന്നെ മതി. അപ്പം അതും ഒരു കൗണ്ടായിട്ട് കൂട്ടും. അങ്ങനെ നമ്മുടെ ഷോർട്സിനും ഇങ്ങനെ വ്യൂസിൻ്റെ കൗണ്ട് കൂടാനുള്ള ചാൻസ് ഉണ്ട്. കാരണം നമ്മളെ ഷോർട്സ് ആദ്യമൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാണുന്നവർ മാത്രമല്ലേ, ഒരു 500 പേരെന്ന് പറയുമ്പോൾ അത് നമ്മുടെ ഓപ്പണായി നോക്കുന്നവരാണ്. അല്ലാതെ ഇപ്പം എനിക്ക് 1000 കയറിയതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ ആ പോയ വഴിയിലുള്ളതാണ് ഈ 1000. എല്ലാവരും ഒന്ന് ഓപ്പൺ ആക്കി നോക്കിയിട്ടുണ്ടാവില്ല. അപ്പോൾ ഇതെന്തിനാണ് ഇവരിങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഉപകാരമാണ്. മറ്റുള്ളവർ കാണുന്ന സമയത്ത് ഈ ഒരു വീഡിയോക്ക് ഇത്ര വ്യൂസ് ഉണ്ടല്ലോ, അപ്പോൾ നമുക്കിത് ഓപ്പൺ ആക്കി നോക്കാമെന്നുള്ളൊരു മൈൻഡ് ഉണ്ടല്ലോ. ഇതെന്താണ് ഇത്ര വ്യൂസ് കിട്ടിയ ആ ഒരു സാധനത്തിന് ഇത് യൂസ്ഫുൾ ആണ്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ നമ്മളിത് എവിടെയാണ് കൗണ്ട് ചെയ്യുന്നത്, നമുക്ക് ഇത്രയും വ്യൂസിൻ്റെ റവന്യൂ നമുക്ക് എന്തായാലും കിട്ടില്ല. കാരണം എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ കൗണ്ട് എവിടെയാണ് ചെയ്യുന്നത് നമുക്ക് പറയാം. ഇപ്പോൾ യൂട്യൂബ് ഉള്ള ഒരാൾക്കാണെങ്കിൽ അറിയാം, ഫസ്റ്റ് നമുക്ക് ആവശ്യമുള്ളത് യൂട്യൂബ് സ്റ്റുഡിയോ ആണല്ലോ. അപ്പോൾ ആ യൂട്യൂബ് സ്റ്റുഡിയോ നമ്മൾ പോയി കഴിഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിത് മനസ്സിലാവും. കാരണം നിങ്ങളിപ്പോൾ അപ്ലോഡ് ചെയ്തൊരു ഷോർട്സിന് ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല, ഇന്ന് അപ്ലോഡ് ചെയ്തവർക്ക് അറിയായിരിക്കും മിക്കവാറും വീഡിയോസിന് വ്യൂസ് കിട്ടിയിട്ടുണ്ടാവും. ഇന്ന് ഞാൻ അപ്ലോഡ് ചെയ്ത 3 വീഡിയോസിന് എനിക്ക് മാക്സിമം കിട്ടുന്നത് 1000 ആണ് എൻ്റെ മിനിമം കേട്ടോ. പിന്നെ അതിൽ കൂടുതൽ കിട്ടാറുണ്ട്, എപ്പോഴും കിട്ടാറില്ല, അതുകൊണ്ടാണ് പറഞ്ഞിട്ട്. അപ്പം മിക്കവാറും കിട്ടുന്നത് എനിക്ക് 500 താഴെ അത്രേ കിട്ടാറുള്ളൂ, 500 അങ്ങനെയൊക്കെ തന്നെ കിട്ടാറുള്ളൂ ഷോർട്സിനൊക്കെ. അപ്പോൾ പിന്നെ ഞാൻ ഇന്നിട്ടതിനൊക്കെ എനിക്ക് 1Kന് മുകളിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങളിട്ട വീഡിയോസിനും ചിലപ്പോൾ അങ്ങനെ കിട്ടിയിട്ടുണ്ടാവുക. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഈ ഒരു 1000ൻ്റെ വ്യൂസിൻ്റെ റവന്യൂ ഒന്നും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നിങ്ങളിത് എവിടെയാണ് നിങ്ങളുടേത് ശരിക്കും പറഞ്ഞത്, എത്ര പേര് നിങ്ങളുടെ ഇത് എൻഗേജ്മെൻറ്റ് കണ്ടു എന്നുള്ളതിനുള്ളത് എവിടെയാണ് ഇതിൻ്റെ ഇത് കാണിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. യൂട്യൂബ് സ്റ്റുഡിയോയിൽ തന്നെ നമ്മൾ ഏത് ഷോർട്സ് ഉണ്ട് അപ്പോൾ അത് ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് അറിയാമല്ലോ എത്ര പേര് കണ്ടു, ഇതിന് എത്ര റവന്യൂ ഉണ്ട്, അതിലെത്ര സബ് കിട്ടി, അങ്ങനെയൊക്കെയുള്ള ആ ഒരു സെക്ഷൻ ഉണ്ടല്ലോ. നമ്മുടെ ഇട്ട ഷോർട്സിൻ്റെ അവിടെ തന്നെ താഴെ നോക്കുമ്പോൾ കാണുന്നത് അവിടെ ആ ഏറ്റവും മേലെ ഉള്ളതിൽ വേണമെങ്കിൽ ഞാനിവിടെ സ്ക്രീൻഷോട്ട് ഞാൻ ആഡ് ചെയ്യാം. അപ്പോൾ അവിടെ എൻഗേജ് എന്നുള്ള ആ ഒരു സ്ഥലത്താണ്
നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം ശരിക്കും പറഞ്ഞാൽ എനിക്ക് 1.2K കിട്ടിയ ഒരു വീഡിയോ ഇന്നുണ്ട്. പക്ഷെ അതിന് ശരിക്കും പറഞ്ഞാൽ ആൾക്കാർ കണ്ടിട്ടുള്ളത് വെറും 300 സംതിങ്ങോ 200 സംതിങ്ങോ മാത്രമാണ്. കാരണം ആ എൻഗേജ് എന്നുള്ള സ്ഥലത്ത് പോയി കഴിഞ്ഞ് നോക്കിയാൽ നമുക്കത് മനസ്സിലാവും കേട്ടോ. അപ്പം അങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണും. ശരിക്കും പറഞ്ഞാൽ അത് ഉപകാരം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇങ്ങനെ പെട്ടെന്ന് കാണുമ്പോൾ ഇത്ര വ്യൂസ് ഉണ്ടല്ലോ എന്ന് വെച്ച് തുറന്നു നോക്കാൻ വേണ്ടിയുള്ള അതൊരു ഉപകാരമാണ്. വേറെ ഇപ്പം എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നില്ല കേട്ടോ. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇത് യൂട്യൂബിൻ്റെ ട്രിക്കാണ്. എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആദ്യം ഇൻസ്റ്റാഗ്രാം ഇതായിക്കൊണ്ടിരിക്കുക. ഇൻസ്റ്റാഗ്രാം റീൽസ് കൊണ്ടുവന്ന സമയത്ത് എല്ലാവരും ആ റീൽസിലേക്ക് കൂടുതലായിട്ട് പോയല്ലേ. അപ്പം ആ ഒരു സമയത്താണ് ഷോർട്സ് എന്നുള്ള യൂട്യൂബ് ഷോർട്സ് എന്നുള്ളത് യൂട്യൂബ് നമുക്ക് ഇറക്കിയത്. അപ്പോൾ ആ സമയത്ത് എന്ത് ചെയ്തു, കുറേ പേര് നമുക്ക് ഇങ്ങോട്ടേക്ക് വന്നു, യൂട്യൂബ് ഷോർട്സിലേക്ക് വന്നു. അപ്പോൾ ഈ യൂട്യൂബ് ഷോർട്സിൻ്റെ കൗണ്ട് ഇങ്ങനെയാണ്. പക്ഷേ ഇൻസ്റ്റഗ്രാമിൻ്റെ കൗണ്ട് ശരിക്കും പറഞ്ഞാൽ നമ്മൾ സ്ക്രോൾ ചെയ്യുന്ന രീതിയിലുള്ള കൗണ്ട് തന്നെയാണ് വരുന്നത്. അപ്പോൾ അതിൽ പിന്നെ ആൾക്കാർ എൻഗേജ് ആവുന്ന കണ്ടപ്പം യൂട്യൂബ് തുടങ്ങിയ പുതിയൊരു ട്രിക്ക് എന്ന് വേണമെങ്കിൽ പറയാം ഈ ഒരു സംഭവം. അപ്പോൾ എന്തായാലും നമുക്ക് യൂസ്ഫുൾ ആണോ എന്ന് ചോദിച്ചാൽ യൂസ്ഫുൾ ആണ്. അപ്പോൾ ഇത് അറിഞ്ഞവരുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യുക, അറിയാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ അറിഞ്ഞിട്ട് 2 ദിവസമായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു എനിക്കായിട്ടൊരു മെസ്സേജ് വന്നിട്ട് ഞാനത് പറഞ്ഞാൽ മതില്ല. അപ്പോൾ എനിക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് എനിക്കിവിടെ കാണിച്ചു തരാൻ പറ്റും. ഞാൻ വേണമെങ്കിൽ ആ വന്നൊരു മെയിലും കൂടെ ഇവിടെ ആഡ് ചെയ്യാം. അപ്പം അതും കൂടെ ഞാനിവിടെ ആഡ് ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് എത്ര പേര് അറിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് എന്തായാലും പറയാം. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ അറിയാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പം എന്നെക്കൊണ്ട് അറിയുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തോ മെയിനായിട്ടുള്ള കാര്യം പറയാൻ വന്നിട്ടുണ്ടായിരുന്നു, മറന്നു പോയിട്ടോ. അപ്പോൾ എന്തെങ്കിലും ഓർക്കുന്ന കാര്യമാണെങ്കിൽ ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം. പിന്നെ ഞാൻ പറയാറുണ്ടല്ലോ, ഞാൻ ഈ ടൈപ്പ് വീഡിയോ ചെയ്യുന്നതല്ല. പിന്നെ എനിക്ക് കിട്ടുന്ന ചെറിയ ചെറിയ അറിവൊക്കെ ഇങ്ങനത്തെ പറഞ്ഞു തരാൻ പറ്റുന്ന ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ എന്നെപ്പോലെ തന്നെ ഒന്നും അറിയാതെ വന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ എന്നെപ്പോലെ തന്നെ ആർക്കെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ അറിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിച്ചോളാം. ഇനിയിപ്പം എൻ്റെതായിട്ടുള്ള കാര്യങ്ങളായാലും ചോദിച്ചാൽ ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസമല്ല, ഒരു മാസമൊക്കെ മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. Q&A വേണമെങ്കിൽ ചോദിക്കാം, ആർക്കെങ്കിലും Q&A വേണമെന്ന് ആർക്കപ്പം നിർബന്ധം അതൊന്നുമില്ല. എന്നാലും നമ്മളെ പറ്റി ആർക്കെങ്കിലും അറിയണമെന്ന് ആഗ്രഹമുള്ളവർ അതിനെപ്പറ്റി ഒന്ന് ചോദിക്കാം. അപ്പം ഞാൻ പിന്നെ കമൻറ്റായിട്ട് വീഡിയോ ആയിട്ട് ചെയ്യാമല്ലോ. പിന്നെ അതുപോലെ തന്നെ 2-3 കമൻറ്റിലൊക്കെ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു വെരിഫിക്കേഷൻ പിന്നെ അത് വന്നതിൻ്റെ കാര്യമൊക്കെ. അതിനെ പറ്റിയിട്ടൊക്കെ ഞാൻ പിന്നെ വേറൊരു വീഡിയോയിൽ ചെയ്യാം. കാരണം അത് വന്നിട്ടുള്ളത് എൻ്റെ വീട്ടിലേക്കാണ്. അപ്പോൾ അത് എൻ്റെ കയ്യിലല്ലേ കിട്ടിയില്ല. പക്ഷേ അതിൻ്റെ പിൻ നമ്പറൊക്കെ കൊടുത്ത് ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതുവരെ എൻ്റെ ഗൂഗിൾ ആഡ്സെൻസിൽ എനിക്ക് $10 കയറിയിട്ടില്ല. യൂട്യൂബ് സ്റ്റുഡിയോയിൽ ഏകദേശം 15 ആയിട്ടുണ്ട്, $15 ആയിട്ടുണ്ട്. $100 ആയാലും നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ, അത് വേറൊരു കാര്യം. എന്നാലും ആവുന്ന സമയത്ത് ആവട്ടെ. അപ്പോൾ പിന്നെ ഞാൻ ഗൂഗിൾ ആഡ്സെൻസിൽ $10 ആയി കഴിഞ്ഞിട്ട് ആ ബാങ്ക് ഡീറ്റെയിൽസും കൂടെ കൊടുത്തു കഴിഞ്ഞ ശേഷം ഞാൻ അതിൻ്റെ അപ്ഡേഷൻസ് ആയിട്ട് വരാം. വെരിഫിക്കേഷൻ പിന്നിൻ്റെയും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ട് വരാം വേണ്ടവർക്ക്. അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കാനായിട്ട് ചോദിക്കുക, അല്ലെങ്കിൽ ബാക്കി എന്തെങ്കിലും അറിയാനുള്ള കാര്യങ്ങൾ ചോദിക്കുക. അപ്പോൾ എനിക്ക് പറ്റുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായി ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ വീഡിയോ ഒക്കെ മുന്നോട്ട് പോവുള്ളൂ. കുറച്ച് പേര് കണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വീഡിയോ കൊണ്ട് ചെയ്തിട്ട് കാര്യമുള്ളൂ. ഇനിയിപ്പോൾ എന്തായാലും ഇറങ്ങി തിരിച്ചു എന്താ അങ്ങനെ ഒരു ഡയലോഗില്ലേ, നമ്മളെന്തായാലും നനഞ്ഞിനി കുളിച്ച് കയറാം എന്നുള്ളൊരിത്. എന്തായാലും ഇറങ്ങിയതിനുള്ളൊരു ഉപകാരം എനിക്കുണ്ട്. കാരണം ചാനൽ മോണിറ്റൈസ് ആയതുകൊണ്ട് എനിക്ക് ഹാപ്പിയാണ്. എപ്പോഴായാലും നമുക്ക് റവന്യൂ വരുമല്ലോ, അപ്പം കുഴപ്പമില്ല. എന്നാലും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ വീഡിയോ ഒക്കെ റീച്ച് കയറുള്ളൂ. എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് കൂടിപ്പോൾ എനിക്കിപ്പോൾ 100-150 ഒക്കെ കയറുന്നുള്ളൂ. എന്നാലും അത് മതി, ഞാൻ അത്ര തന്നെ ആഗ്രഹിക്കുന്നുള്ളൂ. കാരണം നമ്മൾ ഓവറായിട്ട് ഇത്ര പെട്ടെന്നൊന്നും ആഗ്രഹിക്കണം എന്ന് എനിക്ക് ഒരു ഇതുമില്ല. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ. പിന്നെ അതുപോലെ തന്നെ ആർക്കെങ്കിലും യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒട്ടും മടിക്കണ്ട, എന്തായാലും തുടങ്ങിക്കോളൂ. എപ്പോഴായാലും നമ്മുടെ കയ്യിൽ തന്നെ വരും. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.